ഖദീജ അധ്യായം 3 ഭാഗം 1. ആയിഷ എന്ന പേര് ആദ്യമായി കേൾക്കുന്നത് അവരുടെ ആദ്യ രാത്രിയിലായിരുന്നു. ഏറെ സങ്കടം തോന്നിയിരുന്നു ആയിഷയെക്കുറിച്ചൊക്കെ അബൂക്ക തോരാതെ സംസാരിക്കുമ്പോൾ. അല്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവന് നമുക്ക് മുൻപേ അല്ലെങ്കിൽ നമ്മളിലേറെ മറ്റൊരു മനുഷ്യനോട് ഇഷ്ടമുണ്ടായിരുന്നെന്നറിയുമ്പോൾ അത്രയധികം സ്നേഹമുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതു ഹൃദയത്തിനാണ് സഹിക്കാനാവുക? അവൾക്കിപ്പോഴും ആ രംഗങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ബ്രോക്കർ മമ്മീസുവാണ് അബൂക്കയുടെ ആലോചന കൊണ്ടുവന്നത്. അന്ന് അബൂക്ക ഇളയ സഹോദരിയെ കല്യാണം കഴിപ്പിച്ചയച്ച് ഗൾഫ് ജീവിതമൊക്കെ നിർത്തി നാട്ടിൽ ചെറിയ കച്ചവടമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കാലമായിരുന്നു. പ്രവാസത്തിലെ 6 വർഷം കൊണ്ടു തന്നെ മോശമല്ലാത്ത സാമ്പത്തികം അബൂക്ക ഉണ്ടാക്കിയിരുന്നു. 3 പെൺമക്കളുള്ള കൊച്ചു കച്ചവടം മാത്രം കൊണ്ട് സ്വന്തം കുടുംബം തള്ളി നീക്കാൻ പെടാപ്പാട് പെടുന്ന ബീരാൻകുട്ടിക്ക് 3 മക്കളിൽ രണ്ടാമത്തവളെ കെട്ടിച്ചു കൊടുക്കാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല. കാണാൻ സുന്ദരൻ. 6 വർഷം കൊണ്ടല്ലേ അവൻ ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയത്. ഉപ്പാൻ്റെ കടങ്ങൾ വീട്ടി, ഇളയ സഹോദരിയുടെ നിക്കാഹ് കഴിപ്പിച്ചു. പിന്നെ ഇപ്പോൾ ഇതാ ഗൾഫ് നിർത്തി നാട്ടിൽ കച്ചവടം. എന്തുകൊണ്ടും നമ്മുടെ മകൾ ഖദീജയ്ക്ക് പറ്റിയ മാരൻ തന്നെയാണ് അബൂബക്കർ. ഇതാണ് ഞാൻ അബൂക്കയെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്ന വാക്കുകൾ. എന്തിനാ ഉമ്മ എനിക്കിപ്പോൾ കല്യാണം എന്നിത് അടുക്കളയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന അവൾ ചോദിച്ചിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് നോക്കി എന്നല്ലാതെ ഉമ്മ ഒന്നും മിണ്ടിയില്ല. വീട്ടിലെ അവസ്ഥ എനിക്ക് അറിയില്ലേ എന്ന് പറയാതെ പറഞ്ഞതുപോലെ തോന്നി. പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. ഉപ്പാൻ്റെ കഷ്ടപ്പാട് കണ്ടിരുന്ന മകളാണവൾ. എങ്കിലും അബൂക്ക എങ്ങനെയുള്ള മനുഷ്യനാകുമെന്ന് വല്ലാത്തൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മനുഷ്യനെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ജീവിതത്തിലേക്ക് പതിയെ പതിയെ ഒരു മനുഷ്യൻ, അയാളുടെ സംസാരം, ചിട്ടകൾ ഒക്കെ ഇഷ്ടപ്പെട്ട് കൂട്ടുചേരുന്നത് പോലെ അല്ലല്ലോ പെട്ടെന്നൊരാൾ എടുത്തോ പിടിച്ചോ എന്ന് പറയും പോലെ കടന്നു വരുന്നത്. അയാൾ എങ്ങനെയുള്ള മനുഷ്യനായിരിക്കും? വലിയ ദേഷ്യക്കാരനായിരിക്കുമോ? അതോ അതൊന്നുമില്ലാത്ത ഒരു പാവത്താനായിരിക്കും? കാണാൻ സുന്ദരമായിരിക്കുമോ? സ്വഭാവം എന്തായിരിക്കും? പെരുമാറ്റം എന്തായിരിക്കും? നിറം എന്തായിരിക്കും? കണ്ടാൽ ഇഷ്ടപ്പെടുമോ? അയാൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ? മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകുമോ? സംസാരപ്രിയനായിരിക്കുമോ? ഇനിയിപ്പോൾ മിണ്ടാപ്പൂച്ച പോലെ ആകുമോ? തൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ആളായിരിക്കുമോ? അതോ ഒരു മുരടൻ പ്രകൃതക്കാരനായിരിക്കും? പഠിച്ചിട്ടുണ്ടാകുമോ? പഠിപ്പിക്കാനൊക്കെ വിടുമോ? ഖദീജയുടെ ഉള്ളിലെ ആവലാതികൾക്ക് അറുതി ഉണ്ടായിരുന്നില്ല. അല്ലാ, മനസ്സിന് അയാളുടെ മനസ്സിൻ്റെ ഉള്ളറിയാൻ ഇപ്പോഴേ കൊതിയായെന്ന് തോന്നുന്നു. കൊതിയല്ല, ആശങ്കകളാണ്. പേടിക്കാനൊന്നും ഉണ്ടാകില്ല. നല്ല മനുഷ്യനായിരിക്കും, സംസാരപ്രിയനായിരിക്കും, തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അല്ലാ, എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? പെട്ടെന്ന് എനിക്ക് അയാളോട് പ്രണയം തോന്നി തുടങ്ങിയോ? അതിന് ഞാൻ അയാളെ കണ്ടിട്ടില്ലല്ലോ, സംസാരിച്ചിട്ടില്ലല്ലോ. ആളെ കാണാതെ സംസാരിക്കാതെ വെറുതെ മനസ്സിൽ ഒരു രൂപം വെച്ച് ഇപ്പോഴേ പ്രണയിക്കുന്നുണ്ടോ എന്ന സംശയം വന്നോ? ഓരോ തോന്നലുകളേ. അങ്ങനെയൊക്കെ തന്നെ അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു.